ദേശീയ ദിനത്തിന്റെ അവധി ഡിസംബർ 2-3 തീയതികളിലാണല്ലോ സാധാരണ ഔദ്യോഗികമായിട്ട് യു എയിൽ പ്രഖ്യാപിക്കാറുള്ളത്. ഈ വർഷം നമ്മളത് ദിവസങ്ങളിൽ നോക്കുന്ന സമയത്ത് ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് ഡിസംബർ 2-3 തീയതികൾ വരുന്നത്. യു എയിലെ 2024 ഒരു പൊതു അവധി നിയമം അനുസരിച്ചിട്ട് ഈ അവധി ദിനങ്ങൾ ആഴ്ചയുടെ തുടക്കത്തിലോ അവസാനത്തിലോ ഒക്കെ വരികയാണെങ്കിൽ ഈ വീക്കെൻഡ് അവധികളോട് ചേർത്ത് തുടർച്ചയായിട്ട് നീണ്ട ഒരു അവധി നൽകാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഡിസംബർ 1 തിങ്കളാഴ്ച കൂടി അവധി ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഡിസംബർ 3 പകരമായിട്ട് ഡിസംബർ 1 തിങ്കളാഴ്ച തുടർച്ചയായിട്ട് അവധി ലഭിക്കാൻ വേണ്ടിയിട്ട് നൽകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ശനി ഞായറൊക്കെ സാധാരണ വീക്കെൻഡ് അവധികൾ ലഭിക്കുന്ന ആളുകൾക്കൊക്കെ 5 ദിവസത്തെ ഒരു അവധി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 4 ദിവസം തന്നെയായിരിക്കും അവധി വരുന്നത്. എന്തായാലും യു എ ഔദ്യോഗികമായിട്ട് ഇക്കാര്യത്തിൽ പ്രഖ്യാപനം നടത്താനുണ്ട്. അതിനുശേഷം ഇതിലൊരു വ്യക്തത വരുന്നതായിരിക്കും. രാജ്യത്തിന്റെ ഗതാഗത മേഖലയിൽ ഇത്തിഹാദ് പാസഞ്ചർ റെയിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴിതാ പുതുതായിട്ട് നിർമ്മിക്കുന്ന അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇത്തിഹാദ് റെയിലിന് സ്റ്റോപ്പ് അനുവദിക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല യാത്രക്കാർക്ക് ട്രെയിൻ സ്റ്റേഷനിൽ ഒരു ചെക്ക് ഇൻ സംവിധാനവും അനുവദിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഒരു സംയോജിത ചെക്ക് ഇൻ സംവിധാനം, യാത്രക്കാരുടെ ബാഗുകളും മറ്റൊക്കെ ചെക്ക് ഇൻ ചെയ്ത് ഒരു തവണ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ എയർപോർട്ടും അതേപോലെ തന്നെ ട്രെയിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഒരുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദുബായ് എയർപോർട്ട് സിഇഒ ആണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന ഒരു യാത്രാ സൗകര്യം, ഗതാഗത സംവിധാനത്തിന്റെ എളുപ്പമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്തായാലും യു എയിലെ എല്ലാ എമിറേറ്റുകളെയും ബന്ധിപ്പിക്കുന്ന ഇത്തിഹാദ് റെയിൽ 2026 സാധ്യമാകുന്നതോടുകൂടി യാത്രാ സൗകര്യങ്ങൾ എളുപ്പമാകുന്ന കാര്യത്തിൽ പല അത്ഭുതങ്ങളും നമുക്ക് രാജ്യത്ത് കാണാൻ സാധിച്ചേക്കും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 10 ഹോട്ടലുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 7 നിങ്ങൾക്ക് ദുബായിൽ കാണാൻ സാധിക്കും. ഉയരം കൂടിയ കെട്ടിടമായിട്ടുള്ള ബുർജ് ഖലീഫക്കൊക്കെ പുറമെ എമിറേറ്റ്സ് ടവേഴ്സ്, ബുർജുൽ അറബ് തുടങ്ങിയ കെട്ടിടങ്ങളൊക്കെ തന്നെയും ഈ ഒരു കാര്യത്തിൽ ഉൾപ്പെടുന്നുണ്ട്, ഈ റെക്കോർഡിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ആഗോള ഹോസ്പിറ്റാലിറ്റി രംഗത്ത് എമിറേറ്റിന്റെ വളർച്ചയൊക്കെ കാണിക്കുന്നത് കൂടിയാണ് ഈ കണക്കുകൾ. Night updates supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Rent-A-Car, Al Usood Cargo, Areen Group of Companies, Ayurmana Ayurveda and Panchakarma Center.